നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനാസ് അമേസിംഗ് വേൾഡ്. ഈ കാണുന്നത് കുഞ്ഞി രാവിലെ തട്ടിമറിച്ചിട്ടിരിക്കുന്ന എൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പം അത് ഇളകിപ്പോയോന്നൊക്കെ ഞാൻ നോക്കിയതാണ്. കുഴപ്പമില്ല. അവൾ ജസ്റ്റ് ഒന്ന് ഏതോ പൂച്ചയെ കണ്ടിട്ട് ഓടിയ കൂട്ടത്തിൽ അത് മറിച്ചിട്ടിട്ട് പോയതാണ്. ആ ജനലിലേക്ക് ചാടി കയറുന്നതാണേ. ആ വഴി ആ സൈഡിലുള്ള ജനലിൽ കൂടെ അവൾ വന്നു പോകുന്നത്. കതവ് തുറന്നിട്ടിട്ടില്ലെങ്കിൽ ആ ജനലിൽ കൂടെയാണ് കയറിപ്പോകുന്നത്. അപ്പം കമന്ന് പോയതായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ മതിലിൻ്റെ മുകളിൽ ഇരുന്ന കുറേ ബൊഗെയിൻവില്ല എല്ലാം കൂടി എടുത്ത് താഴേക്ക് മാറ്റി വെക്കുകയാണ്. അവിടെ ഈ വാഴ പുറകെ നിൽക്കുന്നത് കൊണ്ടും പിന്നെ ചെമ്പരത്തിപ്പൂ അവിടെ നിൽപ്പുണ്ട്. 2 ചെമ്പരത്തി നിൽപ്പുണ്ട്. ഒന്ന് നാടൻ ചെമ്പരത്തിയും ഒന്നൊരു ഓറഞ്ച് കളർ അങ്ങനത്തെ ഒരെണ്ണമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നിൽക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്നതിനൊന്നും നല്ല വെയിൽ കിട്ടുന്നില്ലേ. അപ്പോൾ അത് എടുത്ത് മാറ്റിയപ്പോഴാണ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടാൻ ഇനി ഉണ്ട്. അപ്പം അത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും വെട്ടിയെടുക്കണം. കുറേ നഴ്സറിയിലേക്ക് കൊടുത്തു വിടാമല്ലോ. അപ്പം അതിൻ്റെ പുറകെ നിൽക്കുമ്പം ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അത് പൂ വരുന്നുമുണ്ട്, എന്നാലും അധികം അങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് കഴിഞ്ഞ ദിവസം ആ സൈഡിലുണ്ടായിരുന്ന കുറേ ഇതെല്ലാം കളയെല്ലാം പറിച്ച് കളഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ കരുതി അതിൻ്റെ ആ സൈഡിലോട്ട് തന്നെ എടുത്തങ്ങ് വെക്കാം. അപ്പോൾ അതിൻ്റെ പുറകുവശം അങ്ങനെ അങ്ങ് പെട്ടെന്ന് കാണത്തതുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ അവിടെ ഒരു മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റോ വല്ലതും വിരിച്ച് ഇടണം. അപ്പോഴത്തേ കുഞ്ഞിതേ ഓടി വന്നേ. അവളെ എന്തോ ഉറുമ്പോ എന്തോ കടിച്ചേച്ച് ഓടി വന്നതാണ്. അപ്പം ഞാനൊന്ന് തട്ടിയൊക്കെ കൊടുത്തപ്പോഴാണ് കാണുന്നത് അവളുടെ ബെൽറ്റ് കണ്ടമാനം ലൂസായിട്ട് ഒരു കഴുത്തിനോട് അങ്ങ് ചേർന്നിട്ട് ബാക്കി സൈഡ് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത്. അപ്പം അതെവിടെയെങ്കിലും കൊളുത്തി പിടിച്ച് കഴിഞ്ഞാൽ കൊളുത്തിയൊക്കെ വീണാലേ അവൾക്ക് അത് ദോഷം ചെയ്യും. അപ്പോൾ അത് കാരണം ഞാൻ കണ്ടപ്പോൾ ഉടനെ അത് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് തിരിച്ച് നേരെ ആക്കി ഇടാമെന്ന് വെച്ചിട്ട് നടക്കുന്നില്ല. അവളുടെ നഖം കൊണ്ടിങ്ങനെ മാന്തി അത് മുഴുവൻ നശിപ്പിച്ചിടും. അവൾക്കത് ഇടുന്നത് ഇഷ്ടമല്ല. എന്നാലും നമുക്ക് അപ്പുറത്തൊക്കെ വേറെ പൂച്ചകളുള്ളതുകൊണ്ട് ഇവൾ വേറെ വീടുകളിലൊക്കെ പോകുന്നത് കൊണ്ട് ഞാനിതിങ്ങനെ ഇട്ട് വെക്കുന്നതാണ് ഇവളെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആണെന്ന്. പിന്നെ ഞാനതിങ്ങ് ഊരിയെടുത്തു. കാരണം അത് ഇനി അവളുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും പറ്റും. അപ്പോൾ അത് ഊരി മാറ്റിയാൽ അതിനെ കടിച്ച് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ബൊഗെയിൻവില്ലയും കൂടെ എടുത്ത് ഞാൻ താഴെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിലുണ്ടായിരുന്ന ആ പോട്ടിൽ അവിടെ ഉണ്ടായിരുന്ന പോട്ടിൽ കുറച്ച് കളയൊക്കെ പറിച്ച് കളഞ്ഞ് അപ്പോഴാണ് ഞാൻ കാണുന്നത് അവിടെ നിന്ന് കലാത്തിയ അങ്ങോട്ട് വളർന്ന് വരുന്നില്ല. ഇനിയിപ്പോൾ അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് വെക്കണം. ഇനിയിപ്പം മഴയൊക്കെ കൂടുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അതിനൊന്നും അധികം വെള്ളം വേണ്ടാത്തതാണ്. അപ്പോൾ അതിനെ അങ്ങോട്ടെങ്ങാനും മാറ്റി വെക്കണം. അപ്പം ഞാൻ കരുതി ഇവിടുത്തെ എല്ലാം ഈ കള അത്യാവശ്യം ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം എല്ലാം ഒന്നും പറിക്കൽ നടന്നില്ല. എന്നാലും അത്യാവശ്യം കുറേ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഉണ്ടായിരുന്ന ആ ഒരു വൃത്തികേടെല്ലാം മാറ്റി അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ചെമ്പരത്തിയിൽ ഇന്ന് രാവിലെ ഞാൻ മഞ്ഞളും വിനാഗിരിയും കൂടെ ചേർത്ത് അത് തളിച്ചു കൊടുത്തായിരുന്നേ. അന്നേരം വൈകുന്നേരം ഞാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ആ മുറുമ്പെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഞാനിതെല്ലാം കൊണ്ടുപോയി വെളിയിൽ കളഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു ഇച്ചിരി മൂടൽ പോലെയൊക്കെ ഉണ്ട്. വെയിലുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് മൂടൽ പോലെ ഉണ്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്തെ അക്ക എന്നോട് 2 മരണം പറയുകയാണ്. നമ്മുടെ ഇവിടെ അടുത്ത് 2 മരണം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാനിത് മഴയ്ക്ക് മുന്നേ അപ്പം ഇത്രയും പെട്ടെന്ന് മഴ പെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ മൂടി വരുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പോത്തോസ് താഴോട്ട് കിടന്ന് കുറേ ഇങ്ങനെ താഴേക്ക് കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി എടുത്ത് തിരിച്ചങ്ങ് മുകളിലേക്ക് കയറ്റി വെച്ച്. പിന്നെ കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നായിരുന്നല്ലോ, ഞാൻ ആ നട്ട ചെടി മഴയത്ത് വെക്കരുത്, വെള്ളം അധികം വേണ്ട എന്നുള്ള കൊക്കോപിറ്റ് ആയതുകൊണ്ട് രാജശ്രീ എന്നാന്ന് തോന്നുന്നു അതിൻ്റെ കമൻറ്റ് ഇട്ട ആളിൻ്റെ പേര്. അപ്പോൾ ഞാൻ വെളിയിലല്ല മേളിൽ ടെറസിൽ സൈഡിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ദേ പെട്ടെന്നാണ് മഴ വന്നത്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് മഴയായി കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. കുറേ നേരം ഉണ്ടായിരുന്നു മഴയായിരുന്നു. പിന്നെ ഞാൻ താഴെ വന്ന് ഞാനും അച്ചുവും കൂടെ അടുക്കളയിലേക്ക് വന്ന് വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അവൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ പനി ഉണ്ടായിരുന്നു. അപ്പം അവനെ കൂടെ ഒന്ന് ഹെൽപ്പിനെ വിളിച്ചതാണ് ഞാൻ. അപ്പോൾ അവൻ വന്നെല്ലാം സവാളയൊക്കെ തൊലിയെടുത്ത് തരുന്നുണ്ട്. പിന്നെ കുറേ പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തൊലിയെല്ലാം എടുത്ത് മാറ്റി അതെല്ലാം അവൻ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പം ഞാൻ പാവ് ഭാജിയാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ.
ഇവിടെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സമയം ഒരു 5:45 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനകത്ത് വന്നു ജസ്റ്റ് മേലൊക്കെ ഒന്ന് കഴിയതിന് ശേഷം പിന്നെ നിന്ന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് അവന് ചമ്മലാണ് അവിടെ ഇരിക്കുന്നതിന്. പിന്നെ പുറത്ത് പോയപ്പോഴത്തേക്ക് നല്ല ഇരുട്ട് പോലെ ആയി കേട്ടോ, മഴയൊക്കെ നടക്കുന്നുണ്ടേ. പിന്നെ ഇത് കുക്കറിലാണ് ഞാൻ പച്ചക്കറി എല്ലാം ശരിയാക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് ബട്ടർ ഇട്ടു. പിന്നെ കുത്തി അരിഞ്ഞ് വെച്ചത് ഞാൻ ചോപ്പറിലിട്ടിട്ട് സവോളയാണ് അരിഞ്ഞ് വെച്ചത്. കുറച്ച് കൂടുതൽ സവോളയുണ്ട്, ഒരു 4 സവോളകളുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാട് മൂക്കുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഞാനിനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടെ നേരത്തെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, നല്ലതായിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇതാണ് പാവ് ഭാജി മസാല. അത് മേടിക്കാൻ അങ്ങനെ കിട്ടും. പിന്നെ മഞ്ഞളും മുളക് പൊടിയും കുറച്ച് ചേർത്ത്, അത് കഴിഞ്ഞ് പാവ് ഭാജി മസാല ഞാൻ 2 സ്പൂണാണ് ചേർത്തത്. ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അത് നമ്മൾ എന്തെല്ലാം വെജിറ്റബിൾസാണ് ചേർക്കുന്നത്, എന്തെല്ലാം എന്നല്ല എത്ര വെജിറ്റബിൾസാണ് ചേർക്കുന്നതെന്നനുസരിച്ച് വേണം അതിൻ്റെ മസാല കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഞാനൊരു 2 തക്കാളി, ചെറിയ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കിഴങ്ങ്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക്. ചിലർ സോയാബീൻ ചേർക്കും, ചിലർ അതുപോലെ കോളിഫ്ലവർ, അങ്ങനെ ഇഷ്ടമുള്ളത് ഇതിനകത്ത് നമുക്ക് ചേർക്കാം. ഞാൻ ഇത് 3 ഇവിടെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇവരിങ്ങനെ അച്ചുവിന് അധികം വലിയ പച്ചക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ടേ പിന്നെ ഞാൻ നിറച്ച് ഇത് ഇത്രയും വേകണ്ടേ, അപ്പോൾ അത് കാരണം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 6-7 വിസിലെങ്കിലും അടിക്കണം കേട്ടോ, നന്നായിട്ട് വേകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛന് കഞ്ഞി കൊടുക്കാനായിട്ട് മുട്ടയും കൂടെ റെഡിയാക്കി അച്ഛന് ആഹാരം കൊടുത്തു. പിന്നെ ഇത് ഒരു 7 വിസിൽ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ആയി. പിന്നെ ഇത് വെച്ചാണ് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഇതുള്ളതുകൊണ്ട് ഞാനിത് വെച്ച് ചെയ്യുന്നില്ലെങ്കിൽ മറ്റേ നേരത്തെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തവി കാണിച്ചില്ല, നല്ല കുഴിഞ്ഞിരിക്കുന്നത്, ആ തവിയായാലും മതി. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അത് കുറച്ച് നേരത്തെ പണിയാണ്, പെട്ടെന്നങ്ങ് തീരത്തില്ല. കാരണം ഇത്രയും ബീട്രൂട്ടും കിഴങ്ങ് പിന്നെയും പെട്ടെന്നങ്ങാകും. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. എന്നാലും ഇത്രയും നല്ലതായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന് ഒരു ഇതിട്ട് കൊടുക്കാം. അതിന് എണ്ണ, പിന്നെ ബട്ടർ, എണ്ണയും ബട്ടറും രണ്ടും ചേർക്കണം കേട്ടോ. ഇതിൽ ഇച്ചിരി ബട്ടറൊക്കെ കൂടുതൽ വേണം. പിന്നെ ഇത് കസൂരി മെത്തിയാണ്. ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഈ ബട്ടറൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക്, ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് തന്നെ മല്ലിയിലയും അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കണം. മല്ലിയിലൊക്കെ ഇച്ചിരി കൂടുതൽ തന്നെ ഇടണേ. അത് ഇട്ട് പിന്നെ അതിലേക്ക് 1 സ്പൂൺ പാവ് ഭാജി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് വീണ്ടും ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതാണ് ബ്രെഡ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബേക്കറിയിൽ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈയിടെയാണ് അത് കണ്ടത്, ഇവിടെ കിട്ടുമെന്ന്, അങ്ങനെയാണ് പോയി മേടിച്ചത്. പിന്നെ ഞാൻ ഇനി അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബട്ടർ ഇട്ടു. പിന്നെ അതിലേക്ക് ഇച്ചിരി മല്ലിയില, പിന്നെ പാവ് ഭാജി മസാലയും കൂടെ കുറച്ചിട്ടിട്ട് അതിനെ ഒന്ന് എൻ്റെ മടിയുടെ കൂടുതലുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാൻ എടുത്തത്. അത് ശരിക്കും മെനക്കേടായിരുന്നു കേട്ടോ. നല്ല പരന്ന നമ്മൾ ദോശക്കല്ല് ഇല്ലേ, അതേൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് എല്ലായിടവും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും കൂടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്